ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗപ്പീസിന് വേണ്ടി ഒരു ബ്രീഡിംഗ് ബോക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. സോ അതിനായിട്ട് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു നെറ്റിൻ്റെ റോൾ വാങ്ങിയിട്ടുണ്ട്. ഇതിന് എനിക്ക് 28 രൂപയാണ് ആയിട്ടുള്ളത്. അതായത് ഞാനിങ്ങനെ 20 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് വാങ്ങിയത്. അതേപോലെ തന്നെ ഒരു കത്രിക ഉപയോഗിക്കുന്നുണ്ട്, ആ നെറ്റ് കട്ട് ചെയ്യാനാണ്. പിന്നെ നമ്മൾ സ്കെയിലാണ് ഉപയോഗിക്കുന്നത്, അത് നമുക്ക് നെറ്റ് ഒന്നും കൂടെ ചെറുതായി കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനാണ് നമ്മൾ സ്കെയിൽ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് കേബിൾ ടൈസ് ആണ് ഇവിടെ ഉള്ളത്. ഈ കേബിൾ ടൈസ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നെറ്റ് നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതൊന്ന് കട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ അകത്തുള്ള വയറൊന്ന് കട്ട് ചെയ്താണ് കെട്ടിച്ച എന്താ ഈ നെറ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെറ്റ് 20 സെൻറ്റിമീറ്റർ വീതിയിലുള്ള 5 കഷ്ണമാണ് നമുക്ക് ഇതിന് ആവശ്യം. അതായിട്ട് മുറിച്ചെടുക്കുകയാണ്. ഇതേപോലെ നിങ്ങൾ 5 പീസസ് മുറിച്ചെടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ 20 സെൻറ്റിമീറ്ററാണ് എടുത്തത്. അതിനുശേഷം 2 നെറ്റ് അടുപ്പിച്ച് വെച്ചിട്ട് അതിനെ ഒരു കേബിൾ ടൈ യൂസ് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാനത്തിനെ ബേസാക്കി വെച്ച് അതിൻ്റെ 4 ഭാഗത്തേക്കും ഇതേപോലെ നിങ്ങൾ ചെയ്തെടുക്കുക. അതിനുശേഷം എന്ന് വെച്ചാൽ അടുത്തടുത്തുള്ള 2 നെറ്റ് യൂസ് ചെയ്ത് അതിനെ ഒന്ന് കേബിൾ ടൈ യൂസ് ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കുക. അങ്ങനെ നിങ്ങൾ 4 ഭാഗവും ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ 4 ഭാഗം ചെയ്താൽ നിങ്ങൾക്കൊരു പെട്ടി കിട്ടും. അതിനുശേഷം എവിടെയെങ്കിലും ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കേബിൾ ടൈസ് കുറച്ച് എണ്ണം കൂടെ എടുത്തിട്ട് അതിൻ്റെ നടുവിലും ഒന്നും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്യാപ്പും ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയി ഫില്ല് ചെയ്ത് നമുക്ക് കിട്ടും. അതിനുശേഷം നിങ്ങൾ എന്താക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം നെറ്റ് ചുളുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് പ്രസ് ചെയ്യുന്നത്. അതിനുശേഷം എക്സസ് ആയി വെക്കുന്ന കേബിൾ ടൈ കംപ്ലീറ്റ് ഞാനൊരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബ്രീഡിംഗ് ബോക്സ് ഇവിടെ കംപ്ലീറ്റ് ആയി പണിയും കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ചെറിയ പാത്രത്തിലാണ് വെക്കുന്നെങ്കിൽ ഇനി ഫ്ലോട്ട് ഉപയോഗിക്കേണ്ടതില്ല. നമ്മൾ ഈ ഫുൾ ഗോൾ ഗപ്പീസിന് വേണ്ടിയിട്ടാണ് ഈ ബ്രീഡിംഗ് കേജ് ഉണ്ടാക്കിയത്. സോ നമ്മളിപ്പം ബ്രീഡിംഗ് കേജിൽ ഈറ്റിങ്ങൾ ഇട്ടിട്ടുണ്ട്. കുറച്ച് ബെൻഡായി നിൽക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്തിന് കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട്. 2 ഭാഗത്തും നമ്മൾ ഓരോ തെർമാക്കോൾ വീതം വെച്ചിട്ടുണ്ട് ഫ്ലോട്ടായി നിൽക്കാൻ വേണ്ടി. അത്യാവശ്യം നല്ലൊരു ബ്രീഡിംഗ് കേജ് തന്നെയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ യൂസ് ചെയ്യുമ്പം കുറച്ചും കൂടെ ചെറിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിൽ ലഭിക്കുക. അതിലിപ്പോൾ മെയിൽ ഫിഷസ് എന്താണെന്ന് വെച്ചാൽ പുറത്ത് പോകുന്നുണ്ട്. അത് കുഴപ്പമില്ല നമുക്ക്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൽ ഫിഷസ് അധികം ഫ്രൈസിനെ തിന്നാറില്ല. പൊതുവേ ഫീമെയിൽ ഫിഷസ് ആണ് കൂടുതൽ ഫ്രൈസിന് തിന്നുകയാണെങ്കിൽ മെയിൽ ഫിഷ് 1-2 എണ്ണത്തിനെ, അതിൽ കൂടുതൽ മെയിൽ ഫിഷിന് തിന്നാനാവില്ല. അതേപോലെ തന്നെ നമ്മൾ ഫുഡൊക്കെ കൊടുക്കുമ്പം കൂത്താടീനൊക്കെ കൊടുക്കുമ്പോൾ ഇത് പുറത്തേക്ക് വന്നത് നമ്മളവിടെ കിടന്നിട്ട് ഐറ്റങ്ങൾ വളർന്ന് വലുതാവും. അത് ഈ മെയിൽ ഫിഷ് പുറത്തിറങ്ങുന്നത് കൂടെ അത് തീർന്നിട്ടും. സോ ഞാനിത് എന്താ വെച്ചാൽ മാറ്റാൻ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക.